ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ 81% പോളിംഗ് രേഖപ്പെടുത്തി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ത്രിപുരയിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുകയാണ് ബിജെപിക്കെതിരെ അട്ടിമറി വിജയവും നേടാനാകുമെന്നാണ് കോൺഗ്രസ് CPM സഖ്യത്തിന്റെ പ്രതീക്ഷ. ഗോത്രമേഖലയിൽ കനത്ത മത്സരം പ്രമുഖ പാർട്ടിയും ഉയർത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ഇടെ രാംനഗർ, കഗ്രാബാൻ, അമർപൂർ എന്നിവിടങ്ങളിൽ സംഘർഷമുണ്ടായി. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നുണ്ട്. അനുഷ, ഈ പോളിംഗ് അവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കുമ്പോൾ 81% തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനൌദ്യോഗിക കണക്കുകൾ. ഈ 81% നിന്നും ഇനിയും പോളിംഗ് ഉയരാനാണ് സാധ്യത. കനത്ത പോളിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 2018 90%-ഓളമായിരുന്നു ത്രിപുരയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏകദേശം തെരഞ്ഞെടുപ്പ് അവസാനിച്ച ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം ഇത്ര തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തിയതായുള്ള കണക്കുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. BJP വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും CPM-ഉം തിപ്രമോദയും രംഗത്തെത്തി. ഇത് സംബന്ധിച്ചുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും ഇവർ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പങ്കുവച്ചിരുന്നു. മറ്റൊന്ന്, ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ത്രിപുരയിലേത്. പ്രധാനമായും ഭരണകക്ഷിയായ BJP അധികാരത്തിൽ തുടർച്ച ആഗ്രഹിച്ചാണ് BJP ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിന് എത്തിയത്. അതേസമയം ശക്തമായ ഏതു വിധേനയും BJP-യെ മറികടക്കണമെന്ന ഒരു ലക്ഷ്യവുമായി പശ്ചിമ ബംഗാളിൽ കൊണ്ടുവന്ന അതേ മാതൃകയിൽ CPM കോൺഗ്രസുമായി സഖ്യത്തിന് ഇതാദ്യമായാണ് ത്രിപുരയിൽ ഇത്തരമൊരു സഖ്യത്തിന് കോൺഗ്രസ് CPM മുതിരുന്നത്. മറ്റൊന്ന്, ഗോത്രമേഖലകളിൽ നിർണായക സ്വാധീന ശക്തിയാകാൻ കഴിയുന്ന തിപ്രമോദ പാർട്ടിയുടെ സാന്നിധ്യമാണ്. 42 സീറ്റുകൾ, ആകെയുള്ള 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 42 മണ്ഡലങ്ങളിൽ ഇവർ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരുന്നു. ഇതിൽ 31-ലധികം സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് തിപ്രമോദയുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ പോലും, ഒരു തൂക്കുസഭയാണ് ഇനി വരുന്നതെങ്കിൽ പോലും, ത്രിപുരയുടെ ഭാവി നിർണ്ണയിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ചാലക ശക്തിയാകാൻ തിപ്രമോദ പാർട്ടിക്ക് സാധിക്കും. അത്തരത്തിലെല്ലാം നോക്കുമ്പോൾ വളരെ ഒരു മറ്റ് 2018 നിന്നും മാറി വലിയ രീതിയിലുള്ള മാറ്റങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. നേരത്തെ ഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷം പ്രധാനമായും രാംനഗർ, കക്രാബാൻ, അമർപൂർ, ധൻപൂർ, ശാന്തിർ ബസാർ തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു സംഘർഷമുണ്ടായത്. ആകെ 3337 പോളിംഗ് ബൂത്തുകളിലായി 28 ലക്ഷത്തിലധികം വോട്ടേഴ്സാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഇതിൽ 1100-ലധികം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു. ഇതിൽ തന്നെ 25-ലധികം പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുകയും തുടർന്ന് ഇത് മാറ്റി വീണ്ടും വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ഗീസ്, അനുഷോപ്പം തന്നെ ഈ 81 അല്ലെങ്കിൽ ആ 81%-ലേക്ക് വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP-യുടെയും മറ്റ് മുന്നണികളുടെയും പ്രചരണം അതെടുത്ത് പറയേണ്ടതാണ്. കാരണം നരേന്ദ്രമോദി അടക്കമുള്ള താരനിരയുമായാണ് BJP പ്രചരണം നടത്തിയത്. ആ ഒരു പ്രചരണത്തിൻ്റെ ഒരു പ്രതിഫലനം ഇന്നുണ്ടായി എന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായും മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും മോദി മാത്രം എന്ന ഒരു രീതി തന്നെയാണ് ത്രിപുരയിലും BJP പ്രധാനമായും പ്രചരണത്തിന് മുന്നോട്ട് വെച്ചത്. മോദിയും കേന്ദ്ര സർക്കാരിൻ്റെ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു BJP-യുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ഒഴുക്കിയതും BJP തന്നെയാണ്. ത്രിപുരയിലെ എല്ലായിടത്തും BJP-യുടെ പോസ്റ്ററുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അതേസമയം BJP-യുടെ എല്ലാ നേതാക്കളും താരപ്രചാരകരെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള എല്ലാ താരപ്രചാരകരും ത്രിപുരയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് CPM സീറ്റ് വിഭജനത്തിൽ തന്നെ ആദ്യമേ തന്നെ കല്ലുകടിയുണ്ടായിരുന്നു. 13 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. 43 സീറ്റുകളിൽ CPM-ആണ് മത്സരിച്ചത്. മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം CPM-ന് വിട്ടു നൽകുമെന്നും കോൺഗ്രസ് പറയുകയുണ്ടായി. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ ആരും തന്നെ ത്രിപുരയിൽ എത്തിയില്ല എന്ന് പറയണം. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോയുടെ തിരക്കിലായിരുന്നു. പ്രിയങ്ക ഗാന്ധി എത്തിയില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിയില്ല. അതേസമയം CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളം കഴിഞ്ഞാൽ CPM-ന് ഏറെ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം 4 നൂറ്റാണ്ടുകാലം CPM ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ത്രിപുര. മാണിക് സർക്കാരിൻ്റെ ത്രിപുരയായിരുന്നു. അതാണ് 2018 അട്ടിമറി വിജയം, അതായത് 0-ൽ നിന്ന് 32 സീറ്റ് നേടുകയായിരുന്നു BJP. വലിയൊരു അട്ടിമറി വിജയം നേടിയ ഈ BJP-യെ ഏത് വിധേനയും അട്ടിമറിക്കണം എന്നതുകൊണ്ടാണ് മറ്റെവിടെയും CPM-ന് ആകെ ഭരണമുള്ള കേരളത്തിൽ ശത്രുപക്ഷത്തുള്ള അല്ലെങ്കിൽ ശത്രുപാളയത്തുള്ള
കോൺഗ്രസുമായി ത്രിപുരയിൽ ഒരു സഖ്യത്തിന് ഒരുങ്ങാൻ പോലും അവർ തയ്യാറായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ, ഈ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗീസ്. വ്യക്തമാണ്. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ 81% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചിലയിടങ്ങളിൽ സംഘർഷാവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അനുഷ ഭരതനാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.